റൂത്ത്. പ്രാതലിനുള്ള അരിയുടെ കല്ലും പതിരും പൂമുഖത്തെ ഉമ്മറപ്പടിയിലിരുന്ന് നോക്കിയാണ് നവോമി. മുറത്തിൽ നിന്നും പതിര് പെറുക്കുന്നതിനിടയിൽ തന്നെ 2-3 അരിമണികൾ വായിലേക്കിടാനും മറക്കുന്നില്ല. കുഞ്ഞ് ഓബേദ് അടുത്ത് തന്നെ കൈയും കാലും ഇളക്കി പല്ലില്ലാത്ത മോണയും കാട്ടിക്കിടപ്പുണ്ട്. എണ്ണ തേച്ച് കിടത്തിയിരിക്കുകയാണ് കുളിപ്പിക്കുവാനായി. ഈ ഇടവേളയിലാണ് റൂത്ത് അമ്മാവിയമ്മയുടെ കൈവശം മുറത്തിൽ അരി പാറ്റുവാനായി കൊടുത്തത്. കൊച്ചുമകനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും നവോമി ഇരിക്കുകയില്ല. കുളിപ്പിക്കുന്നതും ഒരുക്കുന്നതും ഉറക്കുന്നതുമെല്ലാം വല്യമ്മച്ചി തന്നെ. കണ്ടാ തോന്നും ഇവർ പ്രസവിച്ചതാണെന്ന്. അയൽക്കാർ അങ്ങനെ തന്നെയാ പറയുന്നത് നവോമിക്ക് ഒരു മകൻ ജനിച്ചെന്ന്. ഒട്ടേറെ കഥകൾ നിശബ്ദമായി പറഞ്ഞുകൊണ്ട് ചുമരിൽ അടുത്തടുത്തായി തൂങ്ങുന്ന 3 ഛായാചിത്രങ്ങൾ. എലിമലേക്ക്, മഹ്ലോൻ, കില്യോൻ. ഈ ഛായാചിത്രങ്ങൾ തന്റെ ഗതകാല സ്മരണകളെ വീണ്ടും പൊടിതട്ടിയെടുത്തു. കുടുംബത്തിലെ 3 പുരുഷന്മാർ, മുൻപിലും പുറകിലുമായി 3 സ്ത്രീകളെ വിധവമാരാക്കിയിട്ട് ഒട്ടേറെ കണ്ണുനീർ നൽകിയിട്ട് പറന്നകന്നവർ. ഇപ്പോൾ ഈ വീട്ടിൽ മൂകത മാത്രം കളിയാടുന്നു. മൂകരായി ഓരോ മുറിയിലായി ഓർപ്പയും രൂത്തും പിന്നെ അമ്മാവിയമ്മ നവോമിയും. ഒരു നല്ല കാലം പ്രതീക്ഷിച്ച് ജീവിതം പടുത്തുയർത്തുവാനായി ഇറങ്ങിപ്പുറപ്പെട്ട എലിമലേക്കും കുടുംബവും കുടിയേറി പാർത്ത നാട്ടിൽ നിന്നും മക്കൾക്ക് ഭാര്യമാരെയും കണ്ടെത്തി. ബാധ്യതകൾ ഒന്നുമില്ല. 2 ആൺപിള്ളേരല്ലേ, അവരെങ്ങനെയൊക്കെയെങ്കിലും ജീവിച്ചോളൂ എന്നുള്ള ചിന്തയിൽ നിന്ന് ഇന്ന് ഈ വീട്ടിൽ ആന്തരികളില്ലാതെ മാറിയിരിക്കുന്നു 3 സ്ത്രീകൾ മാത്രം, അതും വിധവകൾ. മോവാബുദേശം ഇനിയും പഥ്യമല്ല എന്നുള്ള തിരിച്ചറിവ് നവോമിയെ മടക്കയാത്രയ്ക്ക് പ്രേരിപ്പിച്ചു. യഹൂദയിലെ ബേത്ലഹേമിലേക്ക്. പെട്ടികൾ ഓരോന്നായി പായ്ക്ക് ചെയ്യുമ്പോഴും അവിടെ മൂകത തളം കെട്ടി നിന്നു. കിടക്കയുടെ അടിയിൽ നിന്ന് എല്ലാം പൊടിതട്ടിയെടുക്കുമ്പോൾ നവോമിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. മോവാബിലേക്കുള്ള യാത്രയിൽ ഭർത്താവും 2 ആൺപിള്ളേരും കൂടിയാണ് എല്ലാം റെഡിയാക്കിയത്. ഇന്ന് ഓർമ്മകൾ വീണ്ടും വീണ്ടും കണ്ണുകളെ ഈറനണിയിക്കുന്നു. മടങ്ങിപ്പോകുമ്പോൾ ഓർത്തു സന്തോഷിക്കുവാൻ യാതൊന്നുമില്ലാതെ നവോമി നെടുവീർപ്പെട്ടു. ഓർപ്പ മെല്ലെ ശബ്ദം കേൾപ്പിക്കാതെ കട്ടിലിന്റെ തലക്കിൽ വന്നിരുന്നു. നവോമി തല ഉയർത്തി കണ്ണുനീർ കോന്തലിൽ തുടച്ചു. ചുണ്ടിലൊരു ചിരി വരുത്തി. ഓർപ്പ അമ്മാവിയമ്മയെ കാണുക മൂക്ക് പിഴിഞ്ഞു. കണ്ണുനീർ സാരിത്തലക്കിൽ തുടച്ചു. നിങ്ങളെ പിരിഞ്ഞിരിക്കുവാൻ എനിക്ക് ഒട്ടും മനസ്സായിട്ടില്ല. കില്ലിയോന്റെ ഓർമ്മകളുള്ള ഈ വീട്ടിൽ നിന്നും എനിക്ക് എങ്ങനെ പോകുവാൻ കഴിയും? ഉടനെ നവോമി തിരിച്ചു ചോദിച്ചു, അപ്പോൾ എന്റെ കൂടെ ബേത്ലഹേമിലേക്ക് മോള് വരികയാണോ? ഞാനാണെങ്കിൽ ഞങ്ങളുടെ സ്ഥലം വിട്ട് വേറെ എവിടെയും പോയിട്ട് ജീവിച്ചിട്ടില്ല. പിന്നെ അങ്ങോട്ട് വന്നാൽ എന്റെ വീട്ടിലോട്ടൊന്ന് പോകണമെങ്കിൽ അതിന് പിന്നെ സാധിക്കുകയുമില്ല. ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അമ്മച്ചിയെ ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. ഞാൻ എങ്ങനെ പിരിഞ്ഞിരിക്കുമെന്ന്. എന്റെ വിധിയാന്ന് ഓർത്ത് സമാധാനിക്കാം. ഓർപ്പ വീണ്ടും മൂക്കു തുടച്ചു. ഓർപ്പ പിരിയുകയാണെന്ന് നവോമിക്ക് മനസ്സിലായി. വർഷങ്ങൾ ഒരുമിച്ച് തന്റെ ഇളയ മകന്റെ ഭാര്യ. അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് ഓർപ്പ ഇറങ്ങുവാനായി തുടങ്ങി. അവൾ അമ്മാവിയമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ചുംബിച്ച് പിരിഞ്ഞു. വഴിത്തലക്കിലേക്ക് ഓർപ്പയുടെ പോക്കം നോക്കി നിന്ന നവോമിയെ പുറകിലൂടെ വന്ന രൂത്ത് കെട്ടിപ്പിടിച്ചു. നവോമിയുടെ സങ്കടം അണകുട്ടി ഒഴുകി. നിന്റെ അനിയത്തി അവളുടെ വീട്ടിലേക്കും അവളുടെ ദൈവത്തിന്റെ അടുക്കലേക്കും പോയില്ലേ? നീയും പൊക്കോ, ഇനിയും താമസിക്കണ്ട. നവോമി ശബ്ദത്തിന് ഖനം പിടിപ്പിച്ചു. സർവശക്തന് പോലും വേണ്ട എന്നെ. അവൻ എന്നോട് കൈപ്പായുള്ളത് പ്രവർത്തിച്ചു. ഇനി നവോമിയില്ല, മാറയാണ് ഞാൻ, മാറ. നവോമി വിങ്ങിപ്പൊട്ടി. റൂത്തിന്റെ സർവ്വനിയന്ത്രണവും പോയി. അവൾ അമ്മാവിയമ്മയെ ചേർത്ത് പിടിച്ചു. നീ മരിക്കുന്നിടത്തെ ഞാനും മരിക്കുകയുള്ളൂ. അവിടെ എന്നെയും അടക്കുകയുള്ളൂ. നീ പാർക്കുന്നിടത്തെ ഞാനും പാർക്കുകയുള്ളൂ. നിന്റെ ജനം ഇനി എന്റെയും കൂടെ ജനമാണ്. നമുക്ക് കൈപ്പായുള്ളതൊക്കെ സംഭവിച്ചിരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമ്മെ വിട്ടുവീഴുകയും ചെയ്തു. ഒടുക്കം ഇതാ ഓർപ്പയും. എന്നാലും നിന്റെ ദൈവം മതി എനിക്കും. എനിക്കുറപ്പുണ്ട് നിന്റെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ലെന്ന്. മടങ്ങിപ്പോകുവാൻ നീ എന്നോട് പറയരുത്. വിട്ടുപിരിയുവാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്കതിന് പറ്റുന്നില്ല. റൂത്ത് നവോമിയുടെ കാലിലേക്ക് ഊർന്ന് കെട്ടിപ്പിടിച്ചു. റൂത്തിന്റെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ നവോമിക്ക് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. ശരിയാണ്, റൂത്ത് എനിക്ക് 10 മക്കളെക്കാൾ നല്ലവളാണ്. യവക്കൊയ്ത്തിന്റെ കാലത്ത് ഈ ബേത്ലഹേമിലെത്തിയപ്പോൾ മുതൽ ഒരു സമയം പോലും മെനക്കെടാതെ
അവൾ തന്റെ വേല നിവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൾ പറഞ്ഞതുപോലെ മരണത്താലല്ലാതെ വിട്ടുപിരിയാതെയുള്ള സ്നേഹം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചെറിയൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന അവൾക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകും തീർച്ച. ഇസ്രായേൽ ഗ്രഹം പണിത റാഹേലിനെ പോലെയും ലേയെ പോലെയും. അരി ഇനിയും കഴുകുവാൻ വെള്ളമൊഴിക്കണ്ടല്ലോ. ആവശ്യത്തിന് കണ്ണുനീര് അരിക്കകത്ത് വീണ് കുതിർന്നിട്ടുണ്ടല്ലോ. റൂത്തിന്റെ സ്നേഹത്തോടുള്ള ശകാരമാണ് നവോമിയെ ഓർമ്മയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്. കവളിനൊരു മുത്തം കൊടുത്ത് സാരിത്തലപ്പ് കൊണ്ട് നവോമിയുടെ കണ്ണുനീർ അവൾ ഒപ്പിക്കൊടുത്തു. ബോവാസ് വരുന്നതിനു മുമ്പേ പ്രാതലൊരുക്കുവാൻ റൂത്ത് വീണ്ടും അടുക്കളയിലേക്ക് മടങ്ങി. അമ്മച്ചിയെ നോക്കിക്കൊണ്ട് കുഞ്ഞുമോണ കാട്ടി ഓബേദ് അപ്പോഴും കൈകാലിട്ടടിക്കുന്നുണ്ടായിരുന്നു. റൂത്ത് എന്ന ഒറ്റ സ്ത്രീയുടെ നിശ്ചയദാർഢ്യം, അവളുടെ കഠിനാധ്വാനം, ത്യാഗമനോഭാവം, അചഞ്ചലമായ സ്നേഹം രാജാക്കന്മാരുടെ തലമുറയെ വാർത്തെടുക്കുവാൻ ഇടയായി. അനേക തലമുറകൾക്കിപ്പുറം നിത്യരാജാവായ നമ്മുടെ കർത്താവിന്റെ വംശാവലിയിൽ റൂത്തും സ്ഥാനം പിടിച്ചു.